നമസ്കാരം പ്രിയമുള്ളവരെ. സിനായ് മേഖലയിൽ ഈജിപ്ത് സൈനിക വിന്യാസം നടത്തുന്നു എന്ന വാർത്തകൾക്കൊപ്പം തന്നെ ചില വാർത്തകൾ കൂടി ആ മേഖലയുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. അതായത് തുർക്കിയും ഈജിപ്തും സംയുക്തമായി ആ മേഖലയിൽ ഒരു സൈനിക അഭ്യാസം നടത്തുവാൻ പോകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കണം. അതായത് ആ മേഖലയിൽ കൂടുതൽ രാജ്യങ്ങൾ ക്രിയാത്മകമായി തന്നെ ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് മനോഭാവത്തിനെതിരെ പ്രതികരിക്കുവാനായി മുന്നോട്ട് വരുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈജിപ്തിന് മറ്റുള്ള അറബ് രാജ്യങ്ങളുടെ ഒരു സഹായ സഹകരണം ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളും പുറത്തു വരികയാണ്. മറ്റൊന്ന്, ബ്രിട്ടൻ അവരുടെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചു എന്ന രീതിയിൽ പ്രസ്താവന പുറപ്പെടുവിക്കുകയാണ്. അതായത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനം ബ്രിട്ടൻ നടപ്പിലാക്കിയത് ചരിത്രപരമായ അവരുടെ ദൗത്യമായിരുന്നു എന്നാണ് അവർ ഓർപ്പിക്കുന്നത്. കാരണം 1948 തന്നെ ബ്രിട്ടൻ ഇങ്ങനെ ഒരു ഉദ്യമമായി മുന്നോട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും ചരിത്രത്തോടുള്ള തങ്ങളുടെ കടമ നിർവഹിക്കുന്നു എന്ന രീതിയിലാണ് ബ്രിട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടൻ എക്കാലത്തും ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായിരുന്നു. സൗഹൃദ രാജ്യമെന്നൊക്കെ പറയുമ്പോൾ തന്നെയും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഒരു പ്രസ്താവന നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസന്റെ റൂമിലേക്ക് ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടന്നു ചെന്നു അത്രേ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റ്, ഈ ബോറിസ് ജോൺസന്റെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ടോയ്ലറ്റ് ഉപയോഗിച്ചു. അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ റൂം വിട്ടു. അതായത് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ റൂം വിട്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം ഈ ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ ബോറിസ് ജോൺസന്റെ റൂം പരിശോധിച്ചു. കാരണം ബ്രിട്ടനിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. അവരുടെ ഏജൻസികളൊക്കെ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെയും അവിടുത്തെ ഡിപ്ലോമറ്റുകളുടെയും ഒക്കെ ഓഫീസും അതുപോലെയുള്ള സ്വകാര്യ ഭവനങ്ങളും ഒക്കെ പരിശോധിക്കാറുണ്ട്. കാരണം ഏതെങ്കിലും ശത്രു രാജ്യത്തിൻ്റെ ചാരന്മാരോ മറ്റോ അവിടെ എന്തെങ്കിലും ചാരോപകരണമോ മറ്റോ വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി പരിശോധിക്കാറുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു വെച്ച ഒരു ചാരയന്ത്രം കണ്ടുപിടിച്ചു എന്ന് നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയുടെ ടോയ്ലറ്റ് വരെ ചാരയന്ത്രം കൊണ്ടുവച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യത്തെ എത്രത്തോളം നമ്പാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വിശകലനങ്ങളൊക്കെ വരുമ്പോൾ ഇസ്രായേൽ ലോകത്ത് കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ ഒരു നിഗമന പ്രകാരം അമേരിക്ക മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ അമേരിക്കയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അമേരിക്കയിലെ പുതിയ തലമുറ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന സങ്കല്പത്തോട് യോജിക്കുന്നു എന്നാണ് പ്രത്യേകിച്ചും സർവേകളൊക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. ഇതിനേക്കാൾ വലിയ അധിനിവേശക്കാർ, കൊളോണിയലിസവും ഇമ്പീരിയലിസവും ഒക്കെ കടലെടുത്ത് പോയിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഈ സയനിസ്റ്റ് മനോഭാവവും ഫലസ്തീനെ പിടിച്ചെടുക്കുവാനുള്ള തീവ്രമായ അഭിനിവേശവും അതും ഇല്ലാതാകും, ഈ സയനിസവും ഇല്ലാതാകും എന്ന രീതിയിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വിലയിരുത്തലുകൾ വരുന്നത്. എന്തായാലും അമേരിക്കയിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അമേരിക്കയിലെ യുവതലമുറ സർവേയിലൊക്കെ കാണുന്നതനുസരിച്ച് സ്വതന്ത്ര ഫലസ്തീൻ അനുകൂലമാകുന്ന ഒരു രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നു എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അതായത് ഇപ്പോൾ ഇസ്രായേലിനോടൊപ്പമുള്ള അമേരിക്കയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന നിഗമനങ്ങൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിലെ കടന്നുകയറ്റങ്ങളും സയനിസവും ഈ വംശീയ ഉന്മൂലീകരണങ്ങളൊന്നും ഇനി അധികകാലം നീണ്ടു നിൽക്കുവാൻ സാധ്യതയില്ല എന്ന വലിയ വിലയിരുത്തൽ തന്നെ മാധ്യമങ്ങൾ നിലനിർത്തുകയാണ്. മറ്റൊന്ന്, ഫ്രാൻസിൻ്റെ നിലപാടുകളും ഇപ്പോൾ വലിയ പ്രശംസ പിടിച്ചു പറ്റുകയാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ. ഫ്രാൻസാണ് ആദ്യമായി ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യങ്ങളിലൊന്ന്. ഇസ്രായേൽ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ 1948 മുമ്പ് തന്നെ ഫ്രാൻസിൽ ഇസ്രായേൽ എംബസി ഉണ്ടായിരുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്തായാലും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരായ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് ഫ്രഞ്ച് പ്രസിഡന്റാണ് എന്ന രീതിയിൽ, ഇമാനുവൽ മാക്രോൺ ആണ് എന്ന രീതിയിൽ മാധ്യമ വിശകലനങ്ങൾ പുറത്തു വരികയാണ്. ഇസ്രായേലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ആരോപിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ ഇസ്രായേലിനെതിരെയുള്ള ഉപരോധം, ചരക്കുകൾക്ക് പിഴ, ഇസ്രായേലി ഉൽപ്പന്നങ്ങളുടെ പിഴ എന്നിവയിലേക്ക് നയിക്കുവാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ നിർബന്ധിക്കുന്നത് ഇപ്പോൾ ഇമാനുവൽ മാക്രോനാണ്, ഫ്രഞ്ച് പ്രസിഡന്റാണ് എന്ന രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. എന്തായാലും ഇസ്രായേൽ ആകെ വിരളി പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സംഭവഗതികളൊക്കെ സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിനെതിരെ ഇസ്രായേൽ നടപടികൾ എടുത്തേക്കുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ചില മാധ്യമ റിപ്പോർട്ടുകൾ വരികയാണ്. ഇസ്രായേലിലെ ഫ്രഞ്ച് എംബസി അടച്ചുപൂട്ടുവാൻ ഒരുപക്ഷെ ഇസ്രായേൽ തീരുമാനിച്ചേക്കാം എന്ന രീതിയിൽ നിഗമനങ്ങൾ പുറത്തു വരുന്നു. ആകെ 193 ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളിൽ 147 അംഗരാജ്യങ്ങളും ഇപ്പോൾ
ഫലസ്തീൻ സ്വതന്ത്രമാകണം എന്ന പ്രമേയത്തിന് അനുകൂലമായി നിൽക്കുന്നു എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ വരികയാണ്. അതായത് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ വർഷങ്ങളെടുത്തേക്കാം. വർഷങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇറാനിൽ അയത്തുള്ള അലി ഖൊമനയുടെ ഒരു പ്രവചന പ്രകാരം 2040 സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകുക. അപ്പോൾ അതോടനുബന്ധിച്ച് ഇറാനിൽ ഒരു ക്ലോക്ക് ഉണ്ട്, അയത്തുള്ള അലി ഖൊമനയുടെ ആ പ്രവചനം യാഥാർത്ഥ്യമാക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക്. അതായത് ഇനി ഇത്ര ദിവസം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് പ്രകാരം 2040 ആ ക്ലോക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അയത്തുള്ള അലി ഖൊമനയുടെ ഒരു പ്രവചനമാണ്. 2040 വരെയൊന്നും പോകേണ്ടി വരില്ല ഈ സംഭവഗതികൾ നിലനിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ ലോകത്തിൻ്റെ ഒരു ക്രമം പോവുകയാണെങ്കിൽ ഫലസ്തീൻ്റെ സ്വതന്ത്ര സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ എന്ന നിഗമനമാണ് ഇപ്പോൾ പ്രധാനമായും മാധ്യമങ്ങളൊക്കെ നടത്തുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നതിന് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.